മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി നടത്തിയ തിരച്ചിലിൽ ലോഹത്തിന് സമാനമായ വസ്തു കണ്ടെത്തി. ലോറിയിൽ കെട്ടുന്ന വടത്തിന് സമാനമായ കയറും കണ്ടെത്തിയിട്ടുണ്ട്. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനിടെയാണ് കണ്ടെത്തിയത്. ഇത് അർജുന്റെ ലോറിയാണെന്ന സംശയത്തിലാണ് രക്ഷാപ്രവർത്തകർ. ഇതോടെ പ്രദേശത്തുള്ള മണ്ണ് നീക്കുന്നത് തുടങ്ങിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം അപകടസ്ഥലത്ത് എത്തുമെന്നാണ് റിപ്പോർട്ട്. ഷിരൂർ പുഴയിലാണ് ലോഹവസ്തു കണ്ടെത്തിയത്. അതേസമയം ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിക്കുന്ന വെളുത്ത നിറമുള്ള കയറും കണ്ടെത്തിയിട്ടുണ്ട്. ഇതും അർജുന്റെ ലോറിയുടേതാകാം എന്നും സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മണ്ണ് നീക്കി പരിശോധന നടത്തുന്നത്. അതേസമയം ലോറി കണ്ടെത്തിയതിന് ഇതുവരെ കൃത്യമായ സ്ഥിരീകരണമില്ലെന്ന് സംഭവസ്ഥലത്തുള്ള മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പറഞ്ഞു. എന്നാൽ രക്ഷാപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് പതിവിൽ നിന്ന് വിപരീതമായ ചില ആത്മവിശ്വാസം തനിക്ക് തോന്നിയതായും അഷ്റഫ് പ്രതികരിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തയ്യാറെടുപ്പുകളോടെയാണ് ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ കർണാടക ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ എന്നെയും പങ്കെടുപ്പിച്ചിരുന്നു. അവരുടെ സംസാരത്തിൽ ആത്മവിശ്വാസമുണ്ട്. എല്ലാവരും ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ദുരന്തം നടന്നതിന് ശേഷം ഇത്തരത്തിൽ ഇതാദ്യമാണ്, MLA പറഞ്ഞു. കൂറ്റൻ എക്സ്കവേറ്റർ ഉപയോഗിച്ച് പുഴക്കരയിലെ മണ്ണ് നീക്കി തുടങ്ങിയതോടെയാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലായത്. 61 അടി താഴ്ചയിൽ വരെ മണ്ണെടുക്കാൻ കഴിയുന്ന യന്ത്രമാണിത്. രാവിലെ എത്തേണ്ടതായിരുന്നുവെങ്കിലും എക്സ്കവേറ്റർ കൊണ്ടുവരുന്ന വാഹനം വഴിയിൽ തകരാറായതിനെ തുടർന്നാണ് വൈകിയത്. ഷിരൂരിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ ഹുബ്ബുള്ളി കാർവാർ പാതയിലാണ് എക്സ്കവേറ്റർ കുടുങ്ങിയത്. കൂടാതെ ഗംഗ വാലി പുഴയിൽ ചെറു ബോട്ടുകൾ ഉപയോഗിച്ച് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ഷിരൂരിലെ അപകടത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിശദീകരണം തേടി. വിഷയം MK രാഘവൻ MP യാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കഴിഞ്ഞ 16-നാണ് അങ്കോലയിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഡ്രൈവർമാർ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ലോറി നിർത്തുന്ന മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 12 പേരാണ് മരിച്ചത്. അപകടം നടന്ന് വാഹനങ്ങൾ മണ്ണിനടിയിലായിട്ടും കാര്യമായ രക്ഷാപ്രവർത്തനം നടന്നിരുന്നില്ല. അർജുന്റെ തിരോധാനം സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വെള്ളിയാഴ്ച കേരള മുഖ്യമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം ഊർജിതമായത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.